ഇവിടുത്തെ മണികളോടൊപ്പം ജോലി ചെയ്യുന്ന ചങ്ങാതി കാർത്ത വീട് വിട്ട് പോയാൽ തന്നെ കുടുംബത്തേക്ക് കത്തയക്കാനും വിശേഷങ്ങൾ അറിയാനും താല്പര്യമില്ലാത്തതാണോ? അവന് ഞങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും അവന്റെ കാര്യത്തിൽ ഞങ്ങൾ ബാധ്യത തോന്നില്ല. ഒരു കത്തിന് വിശേഷങ്ങൾ ഒന്നും തോന്നില്ല. ഇങ്ങനെ ഏത് കാര്യത്തിലും അത് ഇമോഷണലി ഇടപെടുന്നു. അറിയാം, കോണാമിക്കുമാർ മനുവിന്റെ അച്ഛൻ, അവന്റെ ചേച്ചി, പിന്നെ ഈ കുടുംബത്തിന് എന്താവശ്യത്തിനും എപ്പോഴും സഹായമായി ഓടിയെത്തുന്ന അയൽക്കാരുടെ സാമ്പത്തികം. മനു എല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അറബി നാട്ടിൽ ആദ്യം എത്തുന്ന ഏതൊരു പ്രവാസിയെ പോലെ വീടിനെ കുറിച്ചും നാടിനെ കുറിച്ചും ഒക്കെ ഏറെ പറഞ്ഞ് ഓടിച്ചു പറഞ്ഞു. അച്ഛന്റെ കമ്മ്യൂണിസ്റ്റ് കുറിച്ച്, ആദർശം അച്ഛൻ സമ്മാനിച്ച ശബ്ദങ്ങളെ കുറിച്ച്, നാട്ടിലെത്തുമ്പോൾ നടത്തേണ്ട അവന്റെ ചേച്ചിയുടെ ആത്മാനമായ കല്യാണത്തെ കുറിച്ച്. ആദ്യ ശമ്പളം കിട്ടിയപ്പോ അച്ഛനോട് വാങ്ങിച്ചതാണ്. അവൾ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാനുള്ളതാണ്. പക്ഷേ എന്തെങ്കിലും ഉത്തരം ആഗ്രഹിച്ചത് അവന്റെ അഹമ്മദ് അല്ലെങ്കിൽ അവന് കാത്തയച്ചു കൂടാണ്. ഇത് 2 മാസമായി കത്തിന്റെ വിശേഷങ്ങൾ അറിയിക്കാൻ അവസ്ഥയാണ് കുമാരേട്ടവൻ അറിയിക്കാൻ അതിന്റെ വിശേഷങ്ങളുണ്ട്. അവരിപ്പോ കൊലപാതകം ചെയ്യില്ല. അവിടുത്തെ ദൈവം വധശിക്ഷയ്ക്ക് വിളിച്ചിരിക്കുക. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലേബർ ഗ്രൂപ്പിൽ മനുവിനോടൊപ്പം ജോലി ചെയ്തിരുന്ന പാകിസ്ഥാനിയാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ ഭാഷയെ വിളിച്ച് കൊല്ലപ്പെട്ട പാകിസ്ഥാനി മനുവിനെ എനിക്ക് പ്രകോപിപ്പിക്കാം. അതേ ദിവസം 8ാം തലത്തിൽ മുകളിൽ വെച്ചുള്ള കഠിനമായ ജോലികൾ മനുവിന് തളർച്ചയും കിടക്കുണ്ടായി. പാകിസ്ഥാനി മനുവിനെ കളിയാക്കി പറഞ്ഞതല്ലേ, ഇന്ത്യയിലെ പെണ്ണുങ്ങൾ പട്ടികളെ പ്രാപിച്ചാണ് ഗർഭിണികളാവാറ്, അതുകൊണ്ടാണ് പട്ടികളെ പോലെ കിടക്കുന്നത്. തിരിച്ചെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാനിയാണ് ആദ്യം ആക്രമിച്ചത്. ആക്രമണത്തിന് ചെറുത്തുവെപ്പിനെതിരെ എപ്പോഴും പാകിസ്ഥാനി 8ാം നിലയിൽ നിന്നാണ്. കേട്ടടത്തോളം ഇതൊരാപകട അപകടമാണ്. അതും കൊല്ലപ്പെട്ടവൻ സ്വയം പിടിച്ചു വരുത്തിയ അപകടം. ശക്തമായ ബാധിച്ചാൽ തെളിയിക്കാവുന്നതേ ഉള്ളൂ. കുമാരൻ ആരോട് ബാധിക്കും? ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് മയക്കൂടി പ്രതിഷേധിക്കാനും മയക്കി കെട്ടി പ്രതികരിക്കാനും ഈ മഹാരാജ്യത്തിലെ കഴിയും. അല്ലാതെ അറേബ്യൻ നിയമങ്ങളോട് എന്നാലും ശിക്ഷ ഇടപെട്ടാൽ എന്തേലും വഴി കാണില്ല. മരണപ്പെട്ടവന്റെ കുടുംബം കൊലയാളിക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ്. MS മുഖാന്തരം വേണ്ടതിന് ശ്രമിച്ചു. മാപ്പ് നൽകാൻ പാകിസ്ഥാനെ കൊണ്ട് തയ്യാറാണ്. മരണപ്പെട്ട പാകിസ്ഥാനി ജീവിച്ചിരിക്കും. ആ കുടുംബത്തിന് ഒരു പ്രയോജനമില്ലാത്തത് അവരുടെ മരണമൊക്കെ ഗുണപരമായി തീരാൻ ആ ദരിദ്ര കുടുംബം ആഗ്രഹിക്കുന്നു. അദ്ദേഹം മാപ്പ് നൽകാൻ അവർക്ക് അതേ ആവശ്യപ്പെടുന്നത് 10 ലക്ഷം രൂപ. മരണപ്പെട്ടവരുടെ ജീവന്റെ വില മരണം കാത്തു കഴിയുന്ന നമ്മുടെ മണിക്കൂർ ജീവിതത്തെ എന്നാലും ഇത്രയും വലിയെടുത്തുക നമുക്ക് കേരളത്തിൽ ഭാരതയുടെ കയ്യിൽ ഇത്രയും വലിയെടുത്തുണ്ടാവില്ല. ഗുലാമിക്കുമാരെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരുണ്ടാവില്ല. ഇത് സഹായിക്കാനുള്ളത് 1 മാസം നാട്ടിലേക്ക് പണം വെച്ചില്ലെങ്കിൽ കുടുംബ പട്ടിണിയാണെന്നാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷം.
ചിന്തിക്കാതെ അറേബ്യൻ നിയമവും പാകിസ്ഥാനെ കുറിച്ച് ആവശ്യപ്പെടുന്ന പരിഹാരത്തുകയും പാവം മനുവിന് വിധിക്കുന്നത് വധശിക്ഷ. ഇല്ല, അങ്ങനെ പണമില്ലാത്തതിന്റെ പേരിൽ എന്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടു കൊടുക്കില്ല. പണം അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് എംബസി ഓരോന്നിക്കണം. ഇത്രയും വലിയൊരു സത്യം ഒന്ന് ശ്രമിച്ചു നോക്കുകയും ചെയ്യാൻ പറയണ്ട. അതായത് ജയിൽ വെച്ച് കണ്ട് കഴിയുമ്പോൾ അവരുടെ മുഖത്ത് നേരിട്ട് പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റും. ആരും വിഷമിക്കില്ല. നേരെ വന്നവർ പ്രവർത്തിച്ചില്ല. അവർ അച്ഛനോട് വാങ്ങിച്ച സമ്മാനം നേരെ അവർ ആഹ്വാനിക്കാൻ പറ്റും. അച്ഛന് ഇനിയും നാട്ടുകാരെ ഒറ്റ നേരിടും. എന്റെ വീട്ടിലെ ഫോണല്ല, പണമൊത്തോന്നാൻ വിളിക്കണം. ഹലോ